മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇപ്പോഴൊന്നും പറയില്ല. കറക്റ്റ് ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോ അയാൾ ഇങ്ങനെ വെട്ടിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്യണം. പാവത്തിന്റെ ഫസ്റ്റ് നൈറ്റ് വിളിച്ച് വെറുപ്പിച്ച ആളാണ്. സെയിം കാര്യങ്ങളില് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാൻ പറ്റും. ഹ്യൂമൻ ഡയറി, ഇന്ന ദിവസം ഇന്ന സമയത്ത് താ ഇന്ന് വേദനിപ്പിച്ചില്ലേ, ഹാൻഡിൽ വിത്ത് കെയർ. എപ്പോ വേണമെങ്കിലും നിങ്ങൾ പറ്റും. പക്ഷെ എന്റെ തലയിൽ ഓറയല്ല, ഓലക്കാണ്. കേക്ക് നടത്തോ? ഓക്കെ, തന്റെ പേരാണെങ്കിൽ ഞാനെടുത്ത് പറയും. 5. ഓക്കെ. ഇപ്പൊ കണ്ടാലും നമുക്ക് അവളുടെ കല്യാണത്തിനാണെങ്കിൽ എനിക്ക് ആ ഒരു ഫീൽ ആയിരിക്കും. അവൾ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത് അവളുടെ കല്യാണത്തിന് എന്താ. കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഫീൽ ഉണ്ട് എനിക്ക് അവളുടെ അടുത്ത്. ആ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ 5-നെ പറ്റി പലരും പോകണമെന്ന് പറഞ്ഞാലും ഞാൻ അത്ര ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ചില സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇപ്പം എല്ലാ വഴിയിലൊക്കെ വെച്ച് കണ്ട് സംസാരിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എൻ്റെ പൊന്നോ ഇങ്ങനെ നിർത്താതെ പറയുന്നറിയില്ല. അങ്ങനത്തെ നല്ലൊരു ഷോളാണ്. അവളെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഭയങ്കര ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മീൻസ് അങ്ങനെയല്ല, ഓ നീ കല്യാണം കഴിച്ച് പോണേന്നുള്ള പാവത്തിന്റെ ഫസ്റ്റ് നൈറ്റ് വിളിച്ച് വെറുപ്പിച്ച ആളാണ്. വിളിച്ചൊന്നുമില്ല കേട്ടോ, ഞാൻ മെസ്സേജ് അയച്ചുള്ളൂ. ഞാൻ മെസ്സേജ് അയച്ചു 5 മണിക്ക് തന്റെ കല്യാണത്തിന് എന്തോ റിസപ്ഷൻ 2 ദിവസം കണ്ടാണ് റിസപ്ഷൻ അവള് പറഞ്ഞു ഇതൊക്കെ എന്തിനെങ്ങനെ വിളിച്ച് പറയണേ. അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ആ ഒരു രീതി എനിക്ക് വിശ്വസിക്കല്ലാണ്ട് അങ്ങനെ ഒന്നും 5 പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡിനെ വിളിച്ചത് നിങ്ങൾ കേൾക്കുന്നതല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അയവ കാര്യങ്ങള് ഒരു മസാല ഓക്കെ. ഇനി അടുത്താരാ? പൊന്നോ പൈവനെ വിളിക്കണ്ടായിരുന്നട്ടാ. മര്യാദക്ക് നല്ലോണം പോയച്ച സംഭവമായിരുന്നു. ഓ ഞങ്ങളുടെ സഹദിക്കാണ് ഞങ്ങളുടെ സഹദിക്കാന്ന് പറയുന്നത് മെയിനാണ്. സഹദിക്കൊക്കെ മെയിനായിട്ട് ഉള്ള പരിപാടിയൊക്കെയാണ്. പിന്നെ ഭയങ്കര ഒരു നല്ലോണം ബുക്ക് വായിക്കോട്ടെ. അവൻ ബുക്കിന്റെ പ്രാന്താണ്. ഇത് എല്ലാ പ്രാവശ്യം അവനോട് പറയാനുണ്ടല്ലോ. എൻ്റെ ഒരു ബുക്ക് കൊണ്ടിട്ട് ഇതുവരെ സഹദ് കൊടുത്തിട്ടില്ല. പ്ലീസ് ഈ വീഡിയോ കൊണ്ടുവരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊരു ബുക്ക് ഉണ്ട്. അങ്ങനെ ബുക്കിന്റെ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ ഫിലിംസിനെ പറ്റി എല്ലാത്തിനെ പറ്റി അതിന്റെ എല്ലാ രീതിയിലും അവന് എന്താ പറയുക ക്രിട്ടിക്സ് പോലത്തെ പരിപാടി അങ്ങനത്തെ ഇതൊക്കെയാണ്. പിന്നെ അങ്ങനെ കുറേ കൂടി അവനത് ഞാൻ പറഞ്ഞവനോട് എടാ നീ ഒരു യൂട്യൂബ് ചാനലൊക്കെ എടുക്കുക. അവനും എന്നോട് കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരും. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇവനായിരിക്കും. എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യത്തിൽ സംഭവം തുടങ്ങാനായിട്ട് ഇല്ല. അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ അത്രയുള്ള സംഭവം. ഇനിയിപ്പോ പേരുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വല്ലാണ്ട്. ഗായത്രി ടെൻഷൻ. എനിക്കെന്ത് 2നെയും കിട്ടണത്? നല്ലതൊന്നും പറയാനില്ല ഗൈസ്. ചിലതന്നെ ചെവി തിന്നോണ്ടിരിക്കും. എന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇതിനെ കാണുന്ന ഒരു കുട്ടി പാവാട ഇട്ട് +1 വെച്ചാണ്ട് ഇതിനെ കാണുന്നത്. ഇതിന് മുഖം കണ്ടാലും മനസ്സിലായി നല്ല മൂരാച്ചിയാണ്. പിള്ളേരും പറയല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. വേറൊരു സംഭവം എനിക്ക് ഞാൻ ആദ്യമായിട്ട് +1 വെച്ചാണ്ട് ഇവളെ കാണുന്നത്. പാവാട ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇച്ചിരി ഫേമസ് ആണ്. അത് വേറെ കഥ. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഗ്രാജുവലി എനിക്ക് തോന്നുന്നു നമ്മളുടെ +1 ഓണത്തിന് നമ്മളെല്ലാരും കൂടെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ലുലു പോയി. അന്ന് ഞാനും ഇവളും കൂടെ ഒരുമിച്ച് ബസ്സിന് വന്നത്. അങ്ങനെയാണ് അറിയുന്നത് ഞങ്ങളുടെ വീട് അടുത്തടുത്തായിരുന്നെന്ന്. ഏറെക്കുറെ അടുത്തടുത്ത് തന്നെയായിരുന്നു. 5 മിനിറ്റ് പോലും ഇല്ലെന്ന് തോന്നുന്നു വണ്ടിക്ക്. അത്രേ ഉള്ളൂ. സെയിം ബസ് സ്റ്റോപ്പ് ഒരുമിച്ച് നടന്നു. അങ്ങനെ പതുക്കെ എന്താ പറയാ കമ്പനിയായി. കമ്പനി ആയാൽ പോലും അത്രയ്ക്ക് അങ്ങനെ ഡീപ്പ് കമ്പനി ഒന്നല്ല. ഓക്കെ അല്ല അങ്ങനല്ല ആയിരുന്നു. പക്ഷെ ഇത് ഇത്രയും ലൈഫിൽ ഇമ്പോർട്ടന്റ് ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് ഒഴിവാക്കിയാലും പോകൂലെന്നാണ്. എന്റെ പറയണോ
നെഗറ്റീവ് പറയണോ അത്? ഏതെങ്കിലും പറ. മീൻസ് എൻ്റെ ലൈഫിലത്തെ ഒരു ഇന്നവിറ്റബിൾ പാർട്ടായിട്ടുള്ള ഒരു പേഴ്സണാണ് ആൻ. അത് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മീൻസ് 8th തൊട്ടുള്ള കമ്പനിയാണ്. ഞങ്ങളെ 8th വരയ്ക്കുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ഞങ്ങൾ തന്നെ പറയുന്നത് അതന്നെ, ഞങ്ങൾ തമ്മിൽ പറയുന്ന സോൾ കണക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ 2 ഫ്രണ്ട്സ് 2 ആംഗിളിലാണ് ഉള്ളത്. അപ്പൊ അതേ പറഞ്ഞ പോലെ ആൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ നമ്മളിങ്ങനെ പറയില്ലേ, ഇങ്ങനെ കുറെ കാര്യങ്ങളും ഇങ്ങനെ ഡീപ്പ് ടോക്സ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പണ്ടൊക്കെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും കേട്ടോ. മീൻസ് എല്ലാ നേരം ഞാൻ വിളിച്ച ആനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് റിപ്പീറ്റ് അടിച്ച് സെയിം കാര്യങ്ങളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാൻ പറ്റും. മടുപ്പില്ലാതെ പറയാൻ പറ്റുന്ന എനിക്ക് ഏക വ്യക്തി. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് തന്നെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷെ മക്കളൊക്കെ വെക്കുമ്പോൾ അത്ര രസമായിട്ട് തോന്നില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് കുറെ ഞങ്ങൾ 3 പേരും 3 ക്യാരക്ടറാണ്. അപ്പം ഇപ്പൊ പണ്ട് ആനൊരു ആംബിവേർട്ട് ആയിരുന്നു, ഇപ്പൊ ആന എക്സ്ട്രോവേർട്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ പണ്ടാരം രീതിയിൽ ശല്യം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. അത് ലോകത്തിന് അറിയാവുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ആൻ സ്നേഹിച്ചാൽ ഈ പറഞ്ഞ പോലെ സ്നേഹിച്ച് കൊല്ലും, വെറുപ്പിച്ച ഞെക്കിക്കൊല്ലു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഐറ്റമാണ്. കാരണം പിന്നെ ഹ്യൂമൻ ഡയറി ഇന്ന ദിവസം ഇന്ന സമയത്ത് താ ഇന്ന് വേദനിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് ഒരു സത്യാവസ്ഥ അറിയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ പാൻ വന്നെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കും ഓ സച്ച് എ സ്വീറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലൊക്കെ തോന്നും. പക്ഷേ നിങ്ങളോടാണൊന്നും പറയൂലായിരിക്കും, എന്ന് പറയുമ്പോൾ ഒന്നും ഹേർട്ട് ചെയ്യണ രീതിയിലൊന്നും പറയില്ലായിരിക്കും. പക്ഷെ ഞങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വേർഷൻ എന്ന് പറയാ ഓറയല്ല, ഓലക്കാണ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി പഠിച്ചിട്ടാ നിക്കണത്. ആനോട് എന്തൊക്കെ പറഞ്ഞ ആനെ ഹേർട്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് മിണ്ടില്ല, നോക്കിയും കണ്ടൊക്കെ പറയുള്ളൂ. കാരണം നമുക്ക് ഏകദേശം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇതെല്ലാം എണ്ണി പറഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞാലില്ലേ, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാ നേരം ഇതേപോലെ ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഓരോ ഡയലോഗ് ഇപ്പോഴൊന്നും പറയില്ല. കറക്റ്റ് ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോ അയാൾ ഇങ്ങനെ വെട്ടിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്യണം. മനസ്സിലാക്കുന്ന തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ ഞാനത് പറയുള്ളൂ. ഇപ്പൊ അത് ചിലപ്പോ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ അയാൾക്ക് വരുമ്പോ അയാൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ പെരുമാറിയതുകൊണ്ട് എന്താ സംഭവിച്ചിട്ടുണ്ടാവുന്നതെന്ന്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് ഉള്ളിൽ അങ്ങനെ കിടക്കുന്നതല്ല. പക്ഷെ ആ ഒരു കറക്റ്റ് സിറ്റുവേഷൻ അതുകൊണ്ട് ആന്റെ ജീവിതത്തിലോട്ട് വരുന്നവർ ചിന്തിക്കേണ്ടതാണ് എപ്പോ വേണമെങ്കിലും നിങ്ങൾ ഒട്ടും. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇങ്ങനെ സ്വീറ്റ് ഓ അതായിരിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ശരിക്കും നല്ല ഡെപ്തിലായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ പക്ഷെ എന്താ പറഞ്ഞാൽ അതേപോലെ തന്നെ. പക്ഷെ ഇപ്പൊ ഞാൻ പറയും ഞങ്ങളുടെ 3 പേരിലും ഇപ്പൊ എനിക്കൊരു കാര്യം എന്നോട് ചോദിച്ചാലും ഗായത്രിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, റീഡ് പോലും ചെയ്യൂല. ഞാൻ പിന്നെ ആൾക്കാരെ നോക്കിയിട്ട് ചിലപ്പോൾ മിണ്ടുമായിരിക്കും. ആണെന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും വേണ്ടി ഹെൽപ്ഫുള്ളാണ്. അത് 110% പറയാം. കാരണം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവത്തിനെ പറ്റി അവിടെ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടാകുന്ന മീൻസ് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു റിസോർട്ട് ഉണ്ടാകുന്ന വെച്ചാൽ റിസോർട്ടുകാരുടെ നമ്പർ അവരുടെ ഡീറ്റെയിൽസ് അങ്ങനെ അത് ഇനി സപ്പോസ് വേറെ എവിടത്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാവരുടെയും നമ്പർ ഇപ്പം ഞാൻ പറയുന്നതാണ് ഇന്ന സെക്കൻഡിൽ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അതൊക്കെ തന്നെ. പിന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക പേഴ്സണലായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ആദ്യം വിളിക്കുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഞാൻ ആദ്യം വിളിക്കണ ആനാണ്. ആൻ ഒരിക്കലും എന്നോട് നോന്നോ അല്ലെങ്കിൽ ഇത് പറ്റില്ലെന്ന് അങ്ങനത്തെ ഒരു ആംഗിളിലല്ല പറയുന്നത്. അങ്ങനെ മീൻസ് ഒരു എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ എന്താ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നല്ലോണം പ്രകടിപ്പിക്കും. പറയണത് ഇപ്പോഴെന്നാണ്. അപ്പൊ ആൻ എക്സ്പെക്ട് ചെയ്യും ഈ പറഞ്ഞ പോലെ ഇത് ആ ഒരു സമയത്തൊക്കെ ആൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യും ഞാൻ നല്ലതൊക്കെ പറയാനായിട്ട്. അപ്പൊ അങ്ങനെ ആൻ കലവനെ കണ്ടല്ലേ ചെറുതായിട്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ആനൊക്കെ ഞാൻ പഠിച്ച് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഒരു ചെക്കനായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ഇതായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരും കെട്ടാൻ പറ്റണമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതല്ലേ. എല്ലാവർക്കും അറിയാം ഞങ്ങൾ അതല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലെസ്ബിയൻ അലിഗേഷൻ ഉള്ള അതല്ല. എന്റെ ലെസ്ബിയൻ അലിഗേഷൻസ് ഉള്ള പാർട്ട്ണർ ആണെന്ന് വെച്ചാൽ ആനാണ്. പക്ഷെ നോട്ട് ഇൻട്രസ്റ്റഡ്. ആന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റേ ഇല്ല. ചെക്കന്മാരാണോ? അപ്പൊ എന്നാലും പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ അത്രയും ഇത് പറഞ്ഞ് നമ്മളിപ്പോ എല്ലാം കാര്യങ്ങളും പറയുമ്പോ പോലും മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇമോഷൻസും എല്ലാം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തന്നെ ഇപ്പൊ ആണെങ്കിൽ പറയാം ആണോ ഞാനാണ് മനസ്സിലാക്കിയേക്കുന്നതാണ് എന്റെ വിശ്വാസം. ആണല്ലേ? യെസ്, ഫൈനലി. അത് അപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷനാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ആണല്ലോ എടുക്കേണ്ടത്. ഓക്കെ. ഓ ജാസിം ജാസിം ഞങ്ങളുടെ ഡാൻസറാണ്, ഇൻഫ്ലുവൻസറാണ്, എല്ലാമാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു ഏജിലോട്ട് എത്തുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ലേ, നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള. മീൻസ് ഇപ്പൊ വേറൊരു സംഭവം കൂടെ ഉണ്ട് ജാസുവിന്റെ പറയാനാണെങ്കിൽ. ജാസുവിന്റെ ഞങ്ങളുടെ ആരുടെങ്കിലും പരിപാടിക്കാണെങ്കിൽ മീൻസ് ആരുടെങ്കിലും ചേച്ചിയുടെ അവരുടെ കല്യാണം ആരുടെയെങ്കിലും ആണെങ്കിലും അവൻ അതിനുവേണ്ടി മീൻസ് അവന് ഡാൻസ് എന്ന് പറഞ്ഞാൽ മെയിനാണ്. അവൻ ഡാൻസ് കളിക്കാൻ വേണ്ടി അവൻ ആത്മാർത്ഥതയുടെ അങ്ങേ അറ്റം വരെ ചെയ്യും. അപ്പൊ അങ്ങനെ ജാസുവിന്റെ ഡാൻസ് പാർട്ട്ണർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഡാൻസ് മാത്രമല്ല മൊത്തത്തിൽ അവന്റെ ആ ഒരു മീൻസ് അവന് ഒരു ഡിറ്റർമിനേഷൻ. പിന്നെ അത് മാത്രല്ല 100% മാത്രല്ല, ഇപ്പൊ അവനിങ്ങനെ ഉടായ്പ് കാണിച്ച് ഡാൻസ് കളിക്കണമെന്ന് ഇഷ്ടമല്ല. അതിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ വൃത്തിക്ക് ചെയ്യണം, ക്ലിയർ ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവന്റെ ആ നേച്ചർ അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളിലും അവൻ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്താളാ ആരാണ്? അല്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഞങ്ങളുടെ ഇവിടെ ഒരാളും കൂടി ഇരിപ്പുണ്ട്, അയാളെ പറ്റിയാണ്. അയാൾ ഫ്രെയിമിൽ വന്നിട്ടില്ല. അഗിശ്രീ എന്ന് പറയണത് പറ, അത് താൻ പറ ആദ്യം, എന്നിട്ട് ഞാൻ പറയാം. അഗി എന്ന് പറയണത് എനിക്ക് ഇതിനും +1 വെച്ച് കിട്ടിയതാണ്. ആക്ച്വലി കള്ളത്തരമില്ല ആൾക്ക്, മുഖത്തടിച്ച് കാര്യം സത്യം പറഞ്ഞ ജെനുവിൻ ആണ്. നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയണത്, പക്ഷെ ചെറുതായിട്ട് കൊള്ളും. തോന്നും. ഞാൻ പറയാം അഗിനെ പറ്റി. അഗി എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ട് അറിയാമെങ്കിലും അത്ര കമ്പനിയൊന്നുമില്ല. +1 ഞങ്ങൾ സ്കൂളിൽ വന്നതാണ്. എന്നിട്ട് +2 ആയപ്പോഴേക്കും ഞങ്ങൾ +1 ലാസ്റ്റ് ആയപ്പോൾ തൊട്ടൊരു കൂട്ടം കൊണ്ട് തുടങ്ങി. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾക്ക് ഞാനിപ്പോ എന്താ പറയാ കൊറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ എൻ്റെ ഉടായ്പകൾക്കും അഗിയുടെ ഉടായ്പകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന 2 ആൾക്കാരായിരുന്നു ഞങ്ങള്. പിന്നെ കുറെ കാര്യത്തിൽ എന്നെ മൂപ്പിച്ചത് അഗിയാണ്. അത് എന്തൊക്കെ പലതും പകരം അത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ശരിക്കും പറയാം എൻ്റെ പേഴ്സണൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പിന്നെ എന്തൊക്കെയാ പറയണത്, നന്നായിട്ട് ചെയ്യും. അഗിയുടെ ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഉള്ള കാര്യങ്ങളൊക്കെ മുഖത്തടിച്ചും പറയും. പിന്നെ അത്രയും എന്താ പറയുക ചെയ്യുന്ന കാര്യത്തിൽ 110% എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നതെങ്കിലും എനിക്ക് അപ്പോഴറിയാവുന്നല്ലോ താൻ അങ്ങനെ എഴുതുകൊണ്ട് അങ്ങനെ ഞാൻ പറയും. എന്തെങ്കിലും കാര്യമായിട്ടുള്ള സംഭവത്തിന് ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ പറയാനാണെങ്കിൽ ഇത് അഗിയാണ്. അഗീനെ പറ്റി എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇനി അടുത്താളുടെ ആരെടുക്കണം?